ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഹെയർ പാക്കിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. നമുക്ക് മുരിങ്ങയില വേണം, അതുപോലെ തന്നെ അലോവേരയാണ് കേട്ടോ. ഇത് ഫ്രഷ് അലോവേരയാണ്. ഇത് നമ്മൾ അലോവേര ജെൽ ഉപയോഗിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു 3-4 അവേഴ്സിന് ശേഷം മാത്രം ചെടിയിൽ നിന്ന് പൊട്ടിച്ചതിന് ശേഷം 3-4 അവേഴ്സിന് ശേഷം മാത്രമേ അത് യൂസ് ചെയ്യാവുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് ചെമ്പരത്തി ഇലയും ചെമ്പരത്തി പൂവാണ്. അപ്പോൾ അത് നമ്മളെല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കുവാണ് കേട്ടോ. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഹെയർ പാക്കാണ്, പക്ഷേ നല്ല എഫക്റ്റീവാണ് കേട്ടോ. താരനിൽ നിന്നൊക്കെ നന്നായിട്ട് വ്യത്യാസം ഉണ്ടാവും. നമ്മുടെ തലയിൽ താരനുണ്ടെങ്കിൽ അത് നന്നായിട്ട് മാറുന്നുണ്ടാവും ഒറ്റ യൂസേജിൽ തന്നെ. പിന്നെ അത് ഞാനൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതേ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പാക്കൊന്നും ജസ്റ്റ് ഞാനൊന്ന് ഇത് അരിച്ചും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ, അരിപ്പയിൽ വെച്ചിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യണമെന്ന് നോക്കാം. ഇത് റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഹെയർ പാക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഹെയർ പാക്ക് കുറച്ച് ലൂസി ആയിട്ടാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കണേ. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഒരു അരിപ്പയിലാണ്, നമ്മൾ തുണിയിലല്ല കേട്ടോ അരിച്ചെടുത്തിരിക്കുന്നത്. തുണിയിൽ വേണമെങ്കിൽ തുണിയിൽ അരിച്ചെടുക്കാം. ഇതിപ്പോൾ ശരിക്കും ഹെയർ ഗ്രോത്തിന് നല്ലൊരു ഹോം റെമഡിയാണ്. ഇപ്പം ഞാൻ നേരത്തെ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഹെയർ ഒന്നും ശ്രദ്ധിക്കാറില്ല. ഹെയർ ശ്രദ്ധിച്ച സമയത്ത് ഈ ഒരു പാക്കൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ഹെയർ ഗ്രോത്തും അതുപോലെ താരൻ്റെ എല്ലാ പ്രോബ്ലംസും ഇതിൽ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം എങ്ങനെയെന്ന് നോക്കാം. അപ്പം ഞാനിപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ചേച്ചിയുടെ തലയിലാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയെന്ന് നോക്കിയോ ഫ്രണ്ട്സ്. ഞാൻ ഈ ഒരു ബൗളിലോട്ട് കുറച്ച് മാറ്റുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇത്രയും വേണ്ട. ഇത്രയും തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒലിച്ചിറങ്ങില്ലേ, ഇച്ചിരി ലൂസി ആയിട്ടാണ് ഞാൻ റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചേച്ചിക്ക് ഒത്തിരി അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ചേച്ചിക്ക് തണുപ്പൊന്നും അധികം ഏൽക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ളവർ കുറച്ച് വെളിച്ചെണ്ണയോ ഏതെങ്കിലും നമ്മൾ യൂസ് ചെയ്യണ ഏതാണോ എണ്ണ അത് അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. തലയിൽ എല്ലായിടത്തും നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്ത് ഫുൾ കവർ ചെയ്യുക കേട്ടോ. അതിന് ശേഷം ഒരു 20 മിനിറ്റ്സ് മാക്സിമം. അവർ തണുപ്പ് ഒത്തിരി പറ്റാത്തവർ എന്ത് ചെയ്യുക, 20 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്സ് തലയിൽ കുറച്ച് നേരം വെച്ചുകൊണ്ടിരിക്കുക. അതിനുശേഷം വാഷ് ചെയ്ത് കളയുക. ഇത് ഏറ്റവും നല്ലൊരു റെമഡി എന്ന് പറഞ്ഞാൽ താരനും മുടി കൊഴിച്ചിലിനും വേണ്ടിയിട്ടുള്ള ഏറ്റവും അടിപൊളി ഹോം റെമഡിയാണ്. എല്ലാവരും അപ്ലൈ ചെയ്ത് നോക്കുക. വീക്കിലി ഒരു 2 ഡേയ്സ് ഒന്ന് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ, കെമിക്കൽസ് ഒന്നുമില്ല. അപ്പം എല്ലാവരും അപ്ലൈ ചെയ്ത് നോക്കുക. ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ റെമഡി ഇതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഹെയറിൽ താരനുള്ളവരും അതുപോലെ അതായത് മുടി കൊഴിയുന്നവരും മുടി വളരെ ആഗ്രഹിക്കുന്നവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ ഫ്രണ്ട്സ്. അപ്പോൾ ഞാനും കൂടി എന്നാൽ അപ്ലൈ ചെയ്യാമെന്ന് ഓർത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചേച്ചി എനിക്ക് അപ്ലൈ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെയൊക്കെ ആണെങ്കിൽ ഹെയർ നന്നായിട്ട് കൊഴിയുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ ഏപ്രിൽ ഇടുവാണ് കേട്ടോ, അല്ലെങ്കിൽ ഡ്രസ്സിൽ ഫുള്ളാവും. അപ്പോൾ ചേച്ചി അപ്ലൈ ചെയ്യുന്നുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ ഇരിക്കുകയാണേ.